Welcome to Royal Cookery. Before the video, please subscribe my channel and press the bell button. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതും എന്നാൽ എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്നതുമായ ഒരു ഐറ്റമാണ് പൊട്ടറ്റോ ചീസ് ബോൾ. ഇനി അതെങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. ഞാനിവിടെ 4 പൊട്ടറ്റോ പുഴുങ്ങിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ട് കൊത്തി എരിഞ്ഞതിടുന്നു. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരല്പം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതുകൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇനി മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഇതിന് പകരം അല്പം കോൺഫ്ലോർ കലക്കിയെടുത്താലും മതി. ഇനി ഈ ചീസ് ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ചീസ് പീസാക്കി എടുത്തിട്ടുണ്ട്. ഒരല്പം ബ്രെഡ് ക്രംസും കൂടി എടുക്കാം. ഇനി ഈ പൊട്ടറ്റോയുടെ ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഈ ചീസിൻ്റെ ഒരു കഷ്ണം വെച്ച് വീണ്ടും ഉരുട്ടിയെടുക്കാം. അപ്പോൾ ചീസ് ഇത്രയും വലിയൊരു പീസ് ആവശ്യമില്ലാത്തവർ ചെറിയ പീസ് വെച്ചാലും മതി. ഇനി ഇത് അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയ്ക്കകത്തിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് മുക്കിയെടുക്കാം. ഇവിടെ നമ്മൾ എല്ലാ പൊട്ടറ്റോയും ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഇത് വറുത്ത് കോരാം. നമ്മുടെ പൊട്ടറ്റോ ചീസ് ബോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. പക്ഷേ ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. സോസിനൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.